പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി നിലനിൽക്കെ അമേരിക്കൻ നാവികസേനയെക്കുറിച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇറാനെതിരായ ദൗത്യങ്ങളുടെ ഭാഗമായി മേഖലയിൽ വിന്യസിച്ചിരുന്ന എബ്രഹാം ലിങ്കൺ യുദ്ധക്കപ്പലിലെ സൈനികർ നരകതുല്യമായ ജീവിതമാണ് നയിക്കുന്നതെന്ന വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. കപ്പലിലെ ദുരിത ജീവിതത്തെ തുടർന്ന് സൈനികർക്കിടയിൽ ആത്മഹത്യാ പ്രവണതയടക്കം വർദ്ധിച്ചുവെന്ന വാർത്തകൾ അമേരിക്കൻ രാഷ്ട്രീയത്തിലും വലിയ കൊടുങ്കാറ്റാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. വിഷയത്തിൽ ഡെമോക്രാറ്റിക് പാർട്ടി സെനറ്റർമാർ ട്രംപ് ഭരണകൂടത്തോട് വിശദീകരണം ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് കപ്പൽ പശ്ചിമേഷ്യയിൽ നിന്ന് പിൻവലിക്കാൻ US സൈന്യം തീരുമാനിച്ചിരിക്കുന്നത്. പകരം മറ്റൊരു വിമാനവാഹിനി കപ്പലായ ജോർജ് വാഷിംഗ്ടൺ മേഖലയിൽ എത്തിക്കുമെന്നാണ് ഔദ്യോഗിക വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. പശ്ചിമേഷ്യയിലെ സംഘർഷഭരിതമായ സാഹചര്യത്തിൽ അമേരിക്കൻ നാവികസേനയ്ക്ക് കനത്ത തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് എബ്രഹാം ലിങ്കൺ യുദ്ധക്കപ്പലിലെ ഈ പ്രതിസന്ധി. കഴിഞ്ഞ ജനുവരിയിലാണ് ഇറാനെതിരായ US ദൗത്യങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി എബ്രഹാം ലിങ്കൺ മിഡിൽ ഈസ്റ്റിലേക്ക് തിരിച്ചുവിട്ടത്. എന്നാൽ ഈ ദൗത്യം കപ്പലിലെ നാവികർക്ക് വലിയൊരു ദുസ്വപ്നമായി മാറിയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. കപ്പലിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ തകർച്ചയും ജീവനക്കാരുടെ മോശം മാനസികാവസ്ഥയും വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടു. കപ്പലിലെ ജീവനക്കാരുടെ ക്ഷേമം, അവശ്യ വസ്തുക്കളുടെ രൂക്ഷമായ ക്ഷാമം, പ്ലംബിംഗ് തകരാറുകൾ തുടങ്ങിയ ഗുരുതരമായ പ്രശ്നങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കപ്പലിലെ നാവികരുടെ ദുരിത ജീവിതത്തെക്കുറിച്ച് പുറത്തുവന്ന റിപ്പോർട്ടുകളെ തുടർന്ന് അമേരിക്കൻ ഡെമോക്രാറ്റിക് പാർട്ടി സെനറ്റർമാർ ട്രംപ് ഭരണകൂടത്തിനും പെന്റഗണിനുമെതിരെ ശക്തമായ ചോദ്യങ്ങളുമായി രംഗത്തെത്തി. ലിങ്കൺ കപ്പലിന്റെ വിന്യാസ കാലാവധി ഓരോ ഘട്ടത്തിലും നീട്ടിയതിന്റെ അടിസ്ഥാനപരമായതും പ്രവർത്തനപരമായുള്ള ആവശ്യകത എന്തായിരുന്നുവെന്ന് വ്യക്തമാക്കാൻ ഡെമോക്രാറ്റ് അംഗങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം അമേരിക്കൻ സൈന്യം പൂർണ്ണമായും നിഷേധിക്കുകയാണ് ഉണ്ടായത്. എബ്രഹാം ലിങ്കൺ യുദ്ധക്കപ്പലിലെ നാവികർ കൊല്ലപ്പെട്ടുവെന്ന വാർത്തയും സൈന്യം തള്ളിക്കളഞ്ഞു. ഈ കപ്പലിൽ സേവനമനുഷ്ഠിച്ചിരുന്ന 7 സൈനികർ കൊല്ലപ്പെട്ടു എന്നായിരുന്നു ചില കോണുകളിൽ നിന്ന് വാർത്തകൾ പ്രചരിച്ചത്. എന്നാൽ ഈ വാർത്തകൾ പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണെന്ന് ഔദ്യോഗിക കേന്ദ്രങ്ങൾ വ്യക്തമാക്കി. അതേസമയം കപ്പലിൽ നിന്ന് കടലിൽ വീണ ഒരു നാവികനെ സുരക്ഷിതമായി രക്ഷപ്പെടുത്തിയെന്ന കാര്യം സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കപ്പലിലെ ദുരിതജീവിതം കാരണം മാനസിക സമ്മർദ്ദം മൂലമോ ആണ് ഈ സൈനികൻ കടലിൽ ചാടിയതെന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് ശക്തം. സെനറ്റർമാർ ഇത്തരത്തിൽ ശക്തമായ ആശങ്കകളും ചോദ്യങ്ങളും ഉന്നയിക്കുന്നതിന് മുൻപ് തന്നെ കപ്പലുകൾ തമ്മിലുള്ള ഈ കൈമാറ്റം ആസൂത്രണം ചെയ്തിരുന്നതായാണ് ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നത്. എബ്രഹാം ലിങ്കണ് പകരമായി എത്തുന്ന ജോർജ് വാഷിംഗ്ടൺ യുദ്ധക്കപ്പലിന്റെ നീക്കങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. കപ്പലുകളുടെ സഞ്ചാരപഥം കൃത്യമായി നിരീക്ഷിക്കുന്ന ദി ജേണൽ എന്ന പ്രസിദ്ധീകരണത്തെ ഉദ്ധരിച്ച് US ഉദ്യോഗസ്ഥൻ നൽകുന്ന സൂചനയനുസരിച്ച് ജോർജ് വാഷിംഗ്ടൺ അടുത്തിടെ ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറുകൾക്കൊപ്പം മലാക്ക കടലിടുക്ക് വഴി പടിഞ്ഞാറേക്ക് നീങ്ങിയിട്ടുണ്ട്. ഈ വിമാനവാഹിനി കപ്പൽ ഇതിനു മുൻപ് ദക്ഷിണ ചൈന കടലിലാണ് സജീവമായി പ്രവർത്തിച്ചു വന്നിരുന്നത്. മാത്രമല്ല, ഈ മാസം ആദ്യം വിയറ്റ്നാമിലെ ഒരു പ്രധാന തുറമുഖം സന്ദർശിച്ച ശേഷമാണ് കപ്പൽ പശ്ചിമേഷ്യ ലക്ഷ്യമാക്കി നീങ്ങിയത്. ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈനിക ശക്തിയായ അമേരിക്കയുടെ പക്കൽ അത്യാധുനിക യുദ്ധക്കപ്പലുകൾ ഉണ്ടായിട്ടും മാസങ്ങളോളം കടലിൽ കഴിയേണ്ടി വരുന്ന സൈനികരുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യസ്ഥിതി വലിയൊരു ചോദ്യചിഹ്നമായി മാറുകയാണ്.